എന്താ? ഞാൻ പോണ്. എവിടേക്ക്? എന്റെ കഥയാണ്, പുതിയ കഥ. പോയിട്ട് വരും. വിധി അനുവദിക്കുമെങ്കിൽ വീണ്ടും കാണാം. പുള്ളിക്കാരൻ എന്തിനാ എത്ര പ്രയാസപ്പെടും? സാധാരണ പരിപാടി കഴിയുമ്പോ നേരെ ആശുപത്രിയിലേക്ക് എടുക്കാറ്. ഈ മയ്യത്തെടുക്കണ പോലെ. പോട്ടെ. ശരി. ഞാൻ വരില്ലാന്ന് കരുതിയോ? എന്റെ ബൈക്കപ്പ ശരിയാക്കി തരും. അതിപ്പോ ഇപ്പോഴല്ല, നാളെ. ഷുവറാണല്ലോ? പൂവ്, എനിക്ക് ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് ശരിയാക്കി തരാൻ പറ്റാഞ്ഞത്. അതല്ല ചോദിച്ചത്, ഉറപ്പാണോന്ന്? എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നാളെ വരുമ്പോ ശരിയായിട്ടില്ലെന്ന് പറയരുത്. അയ്യോ, ഞാൻ അങ്ങനത്തെ ആളല്ല. ഞാൻ വിട്ടോട്ടെ? വിടാനോ? എന്ത് വിടാൻ? ഞാൻ പോയിക്കോട്ടെ എന്ന്. ധൈര്യമായിട്ട് പോയിക്കോളൂ. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരത്തില്ല, മനസ്സിലായോ? ഇന്നാള് ഇങ്ങനെ പറഞ്ഞിട്ടാ പോയത്, പിന്നെ എന്തിനാ നാളെ ഇല്ലാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്? അല്ല, നാളെ മറ്റന്നാളോ ഞാൻ കൊണ്ടുവന്നു തരാം. ഇതിപ്പോ വേലി കിടന്ന പാമ്പിനെടുത്ത് പത്മനാഭനാണ് സാർ. പാമ്പ് പാമ്പ് ഓഫീസിന്റെ താഴെ പാമ്പുണ്ടായിരുന്നു പറയാണ് ചിലവരൊക്കെ. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. എന്റെ അമ്മയെ, എന്റെ പണി പോയാനെ. അവരൊക്കെ ടൗണിൽ പോയിരിക്കുക. കീ മമ്മിയെ ഏൽപ്പിച്ചിരുന്നതാ. നാളെ ബർത്ത്ഡേ ആണല്ലേ? എന്റെ വകയൊരു സമ്മാനമുണ്ട്. അന്ന് എനിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടായി. പിന്നെ അല്ല, ഞാൻ പറയട്ടെ, പറയട്ടെ. ഈ പ്രേമകഥയിൽ ഒരു വില്ലൻ കടന്നു വരാൻ ഞാൻ അനുവദിക്കൂല. അതേത് ശക്തിയായിരുന്നാലും ശരി. അവന്റെ കുടൽ ചേമ്പലേ പാക്ക് ചെയ്യട്ടെ. അവന്റെ കുടൽ ചേമ്പലേ പാക്ക് പണിട്ടുമാ. അയ്യോ കടവുളെ, പാവം കിടക്കും. ആര് കിടന്നാലും ശരി, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇടപെടും. വഴക്കിനും വയ്യവേലിക്കൊന്നും പോകണ്ട. അവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. സ്വാമി ഇക്കാര്യത്തിൽ ഇടപെടരുത്. അവനെ കുറിച്ച് രണ്ടും കൊടുത്താലോ? തല്ലാനോ? അത് വേണോ? വേണം. സ്വാമിക്ക് വേണ്ടി ഞാൻ അവനെ തല്ലു. സ്വാമി ധൈര്യമായിട്ട് പോട്ടെ. താഹ പറഞ്ഞതല്ലേ, സ്വാമി ധൈര്യമായിട്ട് പൊക്കോ. പൊക്കോ. ഡോ, താൻ എന്തർത്ഥത്തില്ല സ്വാമിക്ക് ധൈര്യം കൊടുത്ത്? തല്ലാൻ തന്നെ. ഞാൻ തല്ലു. താൻ ഇതുവരെ തല്ല് കൊണ്ടിട്ടുള്ളതല്ലാതെ വല്ലവർക്കും കൊടുത്തിട്ടുണ്ടോ? ഒരു ആവേശപ്പുറത്ത് അങ്ങനെ പറഞ്ഞല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാനിങ് ഇല്ലാതെ നടക്കില്ല. എന്തായാലും അവനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ച് ഞാൻ കമ്പ്യൂട്ടറിൽ ഒന്ന് ഫീഡ് ചെയ്യട്ടെ. എങ്ങനെ നടക്കുവോ? നോക്ക. ഞാൻ എത്ര നേരം കാത്തിരിക്കുന്നു. സോറി, പിണങ്ങരുതേ. ഞാനേ ക്യാമ്പിന് പോവാ. എന്ന്? ഈ മാസം 31-ാം തീയതി. വേണ്ട, പോണ്ട. പോകാതെ പറ്റുമോ മോളെ? ഇത് ലൈൻ വേറെയാണല്ലോ. ഈ കഥയിലെ നായിക പറഞ്ഞയാളല്ലല്ലോ, ഒരു പുതുമുഖമാണല്ലോ. കൊള്ളാം കൊള്ളാം.
തുണി മോഷ്ടിക്കാണല്ലേ? കുറച്ചുകൂടെ അടുത്തിരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? സംസാരം കേൾക്കുന്നില്ലല്ലോ. എന്നെ ഓടിക്കരുത്, എന്റെ പ്രഷർ കൂടും. നന്നല്ല. എന്താ എന്ത് വേണം? എന്താ? ഒരു സഹായം വേണം. സാമ്പത്തിക സഹായം വല്ലതുമാണെങ്കിൽ വീട്ടിൽ വരണം. അയ്യോ, എന്നെ കണ്ട അങ്ങനെയാണെന്ന് തോന്നുന്നു സർ. ഇത് സാമ്പത്തികമല്ല, ശാരീരികവും മാനസികവുമായ ഒരു സഹായമാണ്. മനസ്സിലായില്ല. എന്താ? അത് ഈ കോർട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല, അങ്ങോട്ട് മാറി വന്നാ പറയാം. വിജയലക്ഷ്മിയെ കാണാനും കല്യാണം കഴിക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടായിത്തരാം. അല്ല, നിങ്ങളാരാ? വിജയലക്ഷ്മിയുടെ അമ്മാവൻ. വെറുതെ ആലിന്റെ ചോട്ടിലും അമ്പലക്കുളത്തിലും കുറ്റിക്കാട്ടിലും കടപ്പുറത്തൊന്നും കറങ്ങി തിരിയേണ്ട കാര്യമില്ല. ആലോചിക്കാൻ ഒന്നുമില്ല, എല്ലാം മംഗളമായിട്ട് ഭവിക്കും. ഞാനല്ലേ പറയുന്നത്? ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ കൈയും വെച്ചുകൊണ്ട് മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷങ്ങളാണ്. എല്ലാം സ്വാമിക്ക് വേണ്ടി, സ്വാമിക്ക് വേണ്ടി മാത്രം. ചിലപ്പോൾ ഞങ്ങൾ മരിച്ചു വീണെന്നും വരാം. അതിൽ സ്വാമി ദുഃഖിക്കരുത്. മനുഷ്യത്തെങ്കിലും വരട്ടെ. സ്വാമി ഒരല്പം മാറി ഒതുങ്ങി നിന്നോ. ഇന്തളവക്ക് വേണമാ? അളവൊന്നും ഇതല്ല സ്വാമി. ബാക്കി നമുക്ക് പരിപാടി സ്ഥലത്ത് വെച്ച് കാണാം. സ്വാമിയോട് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. എല്ലാവരും അഡ്ജസ്റ്റ്മെന്റിലായിരിക്കണം. കാര്യങ്ങൾ തല്ലൊന്നും ദേഹത്ത് കൊള്ളരുത് കേട്ടോ. ദേഹം നോക്കരുത്. ഇവിടെ ആരുമില്ലേ? അയ്യോ അമ്മേ, അയ്യോ ആരുമില്ല. നിന്നെ എന്താ ഇവിടെ? ഒന്നുമില്ലെന്നാ. ഒന്നുമില്ലേ? എന്താ കയ്യില്? നോട്ടാ. ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ ഇതാണല്ലേ പണി? സ്വയം പര്യാപ്തത നേടാത്ത ഒരു രാഷ്ട്രത്തിലെ പൗരൻ വേറെന്ത് ചെയ്യാനാ? മോഷ്ടിക്കണം. അമ്മേ, എന്താണ് അമ്മ വിളിക്കുന്നത്? എന്റെ രാത്രികൾ നിദ്രാവിഹീനങ്ങളാവുകയാണ്. ഞാൻ കാത്തിരിക്കുന്നു. വരുമോ? എന്നടാ? ഒന്നുമില്ലമ്മാ. താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. എന്തു പറ്റി? എന്താന്നും മിണ്ടാത്തത്? എന്തു പറ്റി? കൃഷ്ണ, എന്നോടൊന്നും ചോദിക്കരുത്. എനിക്കിത് പറയാനുള്ള ശക്തിയില്ല. താഹ പറയും. എന്താ? എന്നോടൊന്നും ചോദിക്കരുത്,
എനിക്കും അത് പറയാനുള്ള ശക്തിയില്ല. കൃഷ്ണൻ പറയും. താൻ പറ, താൻ പറ. താൻ പറയണം, താൻ പറയണോ? താൻ പറയൂ. താൻ പറയൂ. ആരെങ്കിലും ഒന്ന് പറയേ. അതൊരു കഥയാണ് സ്വാമി, കഥ. നമ്മൾ ഇന്നലെ മർദ്ദിച്ച് അവശനാക്കിയ ആ യുവാവുണ്ടല്ലോ, കിഷോർ. അയാൾ അയാൾക്ക് എന്ത് പറ്റി? അയാൾ മരിച്ചിട്ടില്ല. അതെ. അയ്യേ, അതിനെന്തിനിങ്ങനെ കരയുന്നത്? മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഹതഭാഗ്യനാണ് അയാൾ. എന്താ, അയാൾക്കുള്ള രോഗമാണോ? രോഗമാണെങ്കിൽ എത്ര നന്നായിരുന്നു. ഭാഗ്യവാൻ. ഇത് ജാതകദോഷമാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. 10+10+4 24. 24 വയസ്സിന് മുമ്പ് വിവാഹം കഴിച്ചില്ലെങ്കിൽ അയാൾ മരിച്ചു പോകും. അതിനു മുമ്പ് അയാൾ കല്യാണം കഴിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ട് കൃഷ്ണ. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള വീട്ടിലെ ഒരു പെൺകുട്ടിയെ അയാൾക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ആ ദിക്കിലാകെ 2 പെൺകുട്ടികളെ വിവാഹം കഴിക്കാത്തതായിട്ടുള്ളൂ. ഒന്ന് ലത്തീഷ, മറ്റൊന്ന് വിജയലക്ഷ്മി. ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നീ ബാത്റൂമിൽ ആ ഗണപതി ഇല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. ഇതിന്റെ അകത്തുണ്ടല്ലോ. എടാ വാതിൽ നോക്കാൻ. അകത്താളുണ്ട്. അകത്താളുണ്ടെന്ന് മനസ്സിലായി. വാതിൽ നോക്കാൻ. നാശി അപ്പനെ കൊണ്ട് തോറ്റു. എന്റെ പ്രശ്നം തീർന്നിട്ടില്ല. അതിലും വലിയ പ്രശ്നമാണ് എന്റെ. എന്റെ കാശിന്റെ കൊഴുപ്പല്ലടാ നിന്റെ മേത്താണ്. ഇങ്ങ് മാറിക്കും. നിനക്ക് അത്ര ധൃതി ഉണ്ടെങ്കിൽ നീ റോട്ടിലൊരു തലയിൽ മുണ്ടിട്ട് മനുഷ്യനാകെ പ്രാന്ത് പിടിച്ചിരിക്കും. ചവിട്ടി ഞാൻ. എവിടെയാ മരന്തൻ? ഉണർന്നില്ലേ? അവൻ നല്ല കക്ഷിയാ. ഇന്ന് അവനെ ഞാൻ എവിടെയാൻ? നീ എന്ത് പണിയായി കാണിക്കുന്നേ? നല്ല പാർട്ടിയാ. നേരെ ഉച്ചയായി. വന്നേ. എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നേ. പണ്ട് മുതലേ ഇവനിങ്ങനെയാ. ഒരു കാര്യം പറഞ്ഞ അതുപോലെ ചെയ്യത്തില്ല. ഹോസ്റ്റലിൽ വെച്ച് ഇവനെ എന്നും വിളിച്ചെടുത്ത് ഞാനാ. അല്ലടാ, എനിക്ക് മനസ്സിലായില്ലല്ലോ. നീ എന്റെ കാര്യം പറഞ്ഞിട്ടില്ല ഇവിടെ? പിന്നെ ഞാൻ അമ്മച്ചത് പറയാതിരിക്കില്ല. ഞങ്ങൾ എത്ര വർഷം ഒരുമിച്ച് ഒരേ മുറിയിൽ, അല്ലടാ? അതെ, ഒരു മുറിയിൽ ഞങ്ങൾ ഒന്നിച്ച്. എന്നെ മുറി? അമ്മ അതൊക്കെ പിന്നെ പറയാം. നീ പോയി വേഗം കുളിച്ചിട്ട് റെഡിയാക്. ഞാൻ ഇവിടെ ഇരിക്കാം. അല്ല, അത് ശരിയാവത്തില്ല. നമ്മൾ എന്റെ കൂടെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. വിട്ടുവാ പൊക്കാറിട്ടും വിടാൻ. ശരിയാവത്തില്ല. എന്താ അമ്മേ? നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സത്യമായിട്ട് എന്നെ കാത്തിരുന്ന നീ ബുദ്ധിമുട്ടിലാവും. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നീ പോയി കുളിച്ചിട്ട് വാ. ഞാൻ കുളിക്കുന്നില്ല, ഒരു പനി. പനിയാ? നീ നേരത്തെ അതേ പറ്റി ഒന്ന് ചൊല്ലല്ലേ? അതെപ്പടി சொல்ல முடியும்? ഇന്ന് കാലേ തന്നെ. ശരി, പനി ഇരുന്നാ തല കുളിക്ക വേണ്ട, ഉടമ്പ് മട്ടും കുളിച്ചിട്ട് വാ. അത് വേണ്ട, അത് ശരിയാവില്ല. അതെന്താ? ഓ, അത് ശരിയാവില്ല. അത് ശരിയാവില്ല. ഉനക്ക് ഒന്നുമേ പുരിയാതമ്മാ. ഉൻ പേരെന്നപ്പാ? കിഷോർ. ഓ, പൊക്കാറേ, ഞാൻ കാപ്പി എടുത്തിട്ട് വരാം. അയ്യോ, അവൻ കാപ്പ് കഴിക്കില്ല. ഇപ്പൊ കുടിക്കും. ഇപ്പൊ കുടിച്ചു തുടങ്ങി. കുടിക്കാമേ? അമ്മ പോയി കാപ്പി എടുത്തിട്ടോ. അയ്യോ, എന്നടാ പതി, എന്നാச்சு? கொஞ்சம் வாங்களே. എന്നടാ? അമ്മ, അപ്പ ഉള്ള പോയിട്ട് 2-3 മണിക്കൂറായി, ഇതുവരെ കാണുന്നില്ല. ஐயோ கடவுளே, என்ன ஆச்சு அவருக்கு? ஏற்கனவே அவங்களுக்கு ஹார்ட் வீக் தான். என்னங்க, கதவு திறந்துருங்க. ஒரு வார்த்தையாவது என்னம்மா, என்னாச்சு? ஐயோ எடா, உங்க அப்பா உள்ளே போய் ரொம்ப நேரம் ஆயிடுச்சுடா, இன்னும் காணோம். எனக்கு பயமாவுதுடா. அப்பா, அப்பா. ஐயோ கடவுளே, என்ன ஆச்சு? ஐயோ, என்ன வருது? பூதமா? ஐயோ, என் வீட்டுக்காரங்க, என் புருஷனே காணோம்.
ஐயோ என்ன உங்க வேஸ்ட் எங்க பக்கெட் கொடுக்கு என்னப்பா இந்த மாதிரி